വയനാട് നെന്മേനിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികൻ തൂങ്ങി മരിച്ചു. അമ്പുകുത്തി കൈപ്പഞ്ചേരി ഉന്നതിയിലെ ശങ്കരൻകുട്ടിയാണ് മരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പെടുത്ത ബാങ്ക് വായ്പയുടെ പേരിൽ ബത്തേരി മുൻസിഫ് കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ശങ്കരൻകുട്ടിയുടെ കുടുംബാംഗങ്ങൾ ആരോപിച്ചു. ശങ്കരൻകുട്ടിയെ വീടിനോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാങ്ക് വായ്പ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ശങ്കരൻകുട്ടി മനപ്രയാസത്തിലായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. 20 വർഷം മുമ്പ് ശങ്കരൻകുട്ടി സുൽത്താൻ ബത്തേരി ഗ്രാമീൺ ബാങ്കിൽ നിന്ന് 25,000 രൂപ ലോൺ എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിനാൽ നിലവിൽ പലിശ ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം രൂപ കുടിശ്ശികയുണ്ട്. ഇതിനെ തുടർന്ന് ബാങ്ക് കോടതിയെ സമീപിച്ചു. കോടതി ശങ്കരൻകുട്ടിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. നാട് വിട്ടുപോകുമെന്ന് പിതാവ് പറഞ്ഞിരുന്നതായി മകൻ ബാബു എന്നോട് പറയണ ജപ്തി നോട്ടീസ് ഒട്ടിക്കുകയാണ്, ഞാനിവിടെ നിൽക്കില്ല, ഞാനിവിടുന്ന് എങ്ങോട്ടും പോവുകയാണ്. അത് പ്രകാരമാണ് അച്ഛനും വിഷമമുണ്ടായത്. ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതാണ്. ലോൺ എടുത്ത ബത്തേരി ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ കേസിലായിരുന്നു അത്. അമ്പലവയൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.